ഹൃദയരോഗത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യും. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുക. വൃക്കകളും ഹൃദയവാൽവും കരളും നേത്രപടലങ്ങളും ദാനം ചെയ്യും. തീവ്ര ദുഃഖത്തിലും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാതാപിതാക്കൾ എടുത്ത തീരുമാനത്തിന് നന്ദി അറിയിക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അലക്സ്, നമുക്കറിയാം ഏറെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോഴും അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോഴും അവൾ മറ്റൊരാൾക്ക് കൂടി ജീവൻ പകുത്തു നൽകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശ്രീനിധി, 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം, ആ പേര് മലയാളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ പേര് ഇനി അനശ്വരമാണ്. 10 മാസം പ്രായമുള്ള കുഞ്ഞാണ്, പെൺകുഞ്ഞാണ്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളാണ്. മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ എന്നീ ദമ്പതികളുടെ മകളാണ് ഈ ആലിൻ ഷെറിൻ എബ്രഹാം. ആലിൻ ഷെറിൻ എബ്രഹാം കൊച്ചി അമൃത ആശുപത്രിയിൽ റോഡ് അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഈ വേദനയുടെ ഈ ഘട്ടത്തിലും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെ. കേസോട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യും. 2 കിഡ്നി, 2 വൃക്കകളും കരളും ഒപ്പം ഹൃദയവാൾവും നേത്രപടലങ്ങളും ദാനം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 6:30 മണിയോടുകൂടി അവയവങ്ങളുമായി എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് തിരിക്കും. ഇതിൽ എറണാകുളം അമൃത ആശുപത്രിയിൽ ഈ അവയവങ്ങൾ റിട്രീവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 2 വൃക്കകൾ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്കായിരിക്കും നൽകുക. അതും കുഞ്ഞാണ്. ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കൈമാറും. അതിൽ ഈ ക്രോസ് മാച്ചിങ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കരൾ നൽകുന്നത് തിരുവനന്തപുരം കിംസിൽ ചികിത്സയിലുള്ള കുഞ്ഞിനാണ്. മരണാനന്തര അവയവദാനത്തിൽ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞാണ് ഈ കരൾ, അതായത് ആലിന്റെ കരൾ സ്വീകരിക്കുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ കരൾ നൽകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേത്രപടലങ്ങൾ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് തന്നെ നൽകുമെന്ന് ഈ സമയത്ത് അറിയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമൃത ആശുപത്രിയിൽ നിന്ന് വൈകുന്നേരം 6:30 മണിയോടുകൂടി ആംബുലൻസിൽ റോഡ് മാർഗം ഈ ഓർഗൻസുമായി, അതായത് ഈ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അതിൽ ഈ റോഡ് ക്രമീകരണം എല്ലാ ജില്ലകളിലും റോഡിന്റെ ഗതാഗത ക്രമീകരണങ്ങളടക്കം നടത്തണമെന്ന് ഈ കേസോട്ടോ അധികൃതർ ജില്ലാ പോലീസ് മേധാവിമാരോടും മറ്റുദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അപകടം നടക്കുന്നത് ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ്. കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് MC റോഡിലൂടെ പോകും വഴി ഏതാണ്ടൊരു പള്ളം ബോർമ കവല ജംഗ്ഷൻ സമീപം വെച്ചാണ് ഈ അപകടം നടക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയുന്നത്. കുഞ്ഞു മാതാപിതാക്കളും ഈ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നു. കുഞ്ഞ് ഈ അപകടത്തെ തുടർന്ന് കുഞ്ഞിന്റെ ബോധം തൽക്ഷണം നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിലുള്ള ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് ചികിത്സയ്ക്കായി ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയായ സെന്റ് തോമസിലേക്ക് മാറ്റി. എന്നാൽ അവിടെ പീഡിയാട്രിക് ICU സൗകര്യം ഇല്ലാത്തതിനാൽ കുട്ടിയെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 3:30 മണിയോടുകൂടി ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെത്തി ചികിത്സ ആരംഭിച്ചു. പക്ഷേ ഫെബ്രുവരി 6-ാം തീയതി കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി കാണാത്തതിനെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. പിറ്റേന്ന് അമൃത ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു. അതായത് 6-ാം തീയതി വൈകുന്നേരം 11:30 മണിയോടുകൂടി അമൃത ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ആരംഭിച്ചതാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി കുഞ്ഞ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഇന്നാണ്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ആ തീരാവേദനയിലും മാതാപിതാക്കൾ തങ്ങളുടെ പൊന്നുമകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 4 അല്ലെങ്കിൽ 5 കുഞ്ഞുങ്ങളിലൂടെ ഇനിയും ആലിൻ ഷെറിൻ ജീവിക്കും. തീർച്ചയായും അലക്സ്, അത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കുഞ്ഞു മാലാഖ ഈ ഭൂമിയോട് വിട പറയുമ്പോഴും അവൾ മറ്റ് 5 കുഞ്ഞുങ്ങൾക്ക് ജീവിതം നൽകിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നത് എന്ന് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അലക്സ് പറഞ്ഞതുപോലെ തന്നെ അവളുടെ പേര് ഇനി ചരിത്രത്താളുകളിൽ തന്നെ രേഖപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.